ഹൃദയത്തിലെ പ്രസാദ് എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയാണ് നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരുടെ ഹൃദയത്തിലൊരു സ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ. കാരണം തൃശ്ശൂർക്കാരനാണ്. നമ്മുടെ ഒരു പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് തന്നെ കേരളവർമ്മ പഠനകാലത്താണ്. പിന്നെ നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് എടുത്ത് നോക്കിയാലും തൃശ്ശൂരിൽ കൗൺസിലറായിട്ട് നമ്മൾ ഇതേ ഡിവിഷനിൽ തന്നെ കൗൺസിലർ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തൃശ്ശൂരിനെ നന്നായിട്ട് അറിയാം, തൃശ്ശൂർക്കാർക്കും നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഹൃദയത്തിൽ എ പ്രസാദ് എന്നുള്ളൊരു ടാഗ് ലൈൻ എടുക്കാനുള്ള ഒരു കാരണം അല്ലേ? തീർച്ചയായും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് അതിലൊരു ടാഗ് ലൈനിൽ പറ്റി നമ്മളും സുഹൃത്തുക്കളും ആലോചിച്ച് അതിലൊരു ടാഗ് ലൈൻ സ്വീകരിക്കാൻ തന്നെ കാരണം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശൂർ മോഡൽ ബോയ്സിലേക്ക് കടന്നു വന്ന ആളാണ്. അപ്പം അന്നു മുതൽ തന്നെ തൃശ്ശൂർ നഗരവുമായി വലിയ അടുത്ത ബന്ധമുണ്ട്. സുഹൃത്തുക്കളുമായി വലിയ വലയം തന്നെ തൃശ്ശൂരിലുണ്ട്. തുടർന്ന് കേരള കോളേജിലേക്ക് വന്നപ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ രീതിയിലേക്ക് വരുന്നത്. അന്ന് KSU രാഷ്ട്രീയത്തിലൂടെയാണ്. KSUവിൽ ആകൃഷ്ടമായി തന്നെയാണ് ഡിഗ്രി പഠിക്കുമ്പോൾ KSUവിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഉണ്ടായി. ഡിഗ്രി പഠിക്കുമ്പോഴും KSUവിൻ്റെ തന്നെ ഭാരവാഹിയായിട്ടൊക്കെ തന്നെ മത്സരരംഗത്തൊക്കെ തന്നെ കേരളമോൾ ഉണ്ടായിരുന്നതാണ്. തുടർന്ന് നിയമകലാലയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് മെമ്പറായി, വിദ്യാർത്ഥി എന്ന രീതിയിൽ സെനറ്റ് മെമ്പറായി സെനറ്റിലേക്ക് എലക്ട് ചെയ്യപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് KSU രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് നഗരത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്.